കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി മദ്യനയത്തിന് എന്ത് മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവനാസമ്പന്നമായ കർമ്മ പദ്ധതികളുമായാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹവുമായി വിയോജിപ്പുണ്ട്. അക്കാര്യം നേരിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ജനവികാരം സർക്കാർ കണക്കിലെടുക്കണം. കെ മഹേശന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ SNDP ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വ്യക്തിപരമായി തനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലും നടപടികളിലും നയങ്ങളിലുമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. CPMന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണെന്നും സുധീരൻ പറഞ്ഞു. പ്രിയപ്പെട്ട കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത് നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ AK ആൻ്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാൻ അതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നത്. എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ. ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ അവസ്ഥയിൽ നിന്നും മുക്തമായ ഒരു കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അത് ഉയർന്നു വന്നത്, വീണ്ടും ഉയർന്നു വന്നത്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഉയർന്നു വന്നത്, എനിക്ക് തോന്നുന്നു ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കുറച്ചൊരു പരിഭ്രാന്തനാക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം തന്നെ അവതരിപ്പിച്ച വിഷയങ്ങളും ആ അവതരണ രീതിയും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അതിലെ ഉള്ളടക്കവും ഒക്കെ അദ്ദേഹം വഹിക്കുന്ന SNDP യോഗത്തിൻ്റെ മഹത്തായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്.